തന്നെ അത് വെന്ത് കിട്ടും. വെന്ത് കിട്ടുമ്പോൾ നമുക്ക് അരപ്പരച്ച് കൂട്ടിയിടാം കേട്ടോ. അപ്പോൾ കാണാം കേട്ടോ. ജീരകം, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു വെള്ളമില്ല, എണ്ണയിൽ കിടന്നിട്ട് നോക്കി വന്ന വെള്ളം കൊണ്ട് എല്ലാം വെന്ത് ഉടഞ്ഞില്ല, എന്നാൽ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർക്കാം. തരിതരിപ്പായിട്ട് വെച്ചിട്ട് ഇതിൽ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചിറ്റി കഴുകിയെടുക്കട്ടെ. അത് ചൂടുവെള്ളമാണ്. ഇതാണ് കഴുകി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോരാത്ത ഉപ്പും കൂടെ ഇടണേ. ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം, പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണയാണ് അവിയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് കൂട്ടിയെടുക്കുന്ന സാധനമാണ് ഈ പച്ച വെളിച്ചെണ്ണ. നമ്മൾ കറിവേപ്പില ഇട്ട് വേവിച്ചിട്ടുണ്ട്. അരപ്പിനകത്ത് നമ്മൾ കറിവേപ്പില ചതച്ച് ചേർക്കണം. അവിയൽ റെഡിയായി വരണം. ഇത് കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അടിപൊളി അവിയൽ റെഡി. ഓക്കെ.